ലോകം ഇന്ന് അഭിമുഖീകരിക്കുന്നത് കേവലം രാഷ്ട്രീയ മാറ്റങ്ങളല്ല, മറിച്ച് ആഗോള സുരക്ഷാ ക്രമീകരണങ്ങൾ നിർണായകമായൊരു ഘട്ടത്തെയാണ്. ഇറാനെ പോലെ ഉന്നതമായ ആണവ സാങ്കേതിക വിദ്യയും സുശക്തമായ സൈനിക സംവിധാനങ്ങളുമുള്ള ഒരു രാജ്യം നേരിടുന്ന ഓരോ ചലനവും ലോകം അതീവ പ്രാധാന്യത്തോടെയാണ് വീക്ഷിക്കുന്നത്. ഇറാന്റെ കരുത്താർജിച്ച ഭരണകൂടം എന്നത് ആ രാജ്യത്തിന്റെ മാത്രം ആവശ്യമല്ല, മറിച്ച് പശ്ചിമേഷ്യയുടെ മൊത്തത്തിലുള്ള സുരക്ഷാ കവചമാണ്. ഈ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള വിശകലനങ്ങൾ ഇന്ന് ആഗോള തലത്തിൽ സജീവവുമാണ്. പശ്ചിമേഷ്യയുടെ സുരക്ഷാ ഘടനയിൽ ഇറാൻ വഹിക്കുന്ന കേന്ദ്രസ്ഥാനം അവഗണിക്കാനാവാത്തതാണ്. ഇറാന്റെ സുസ്ഥിരതയ്ക്ക് എന്തെങ്കിലും പോറലേറ്റാൽ അത് കേവലം ആ രാജ്യത്തിന്റെ അതിർത്തിക്കുള്ളിൽ ഒതുങ്ങുന്ന ഒന്നായിരിക്കില്ല. മേഖലയിലെ സമാധാനത്തിന് ആധാരമായ വലിയൊരു സുരക്ഷാ തൂൺ ഇളകുന്നതിന് തുല്യമായിരിക്കും അത്. ഇറാന്റെ പരമാധികാരവും കരുത്തും നിലനിൽക്കേണ്ടത് പശ്ചിമേഷ്യയിൽ ഒരു സന്തുലിതാവസ്ഥ ഉറപ്പാക്കാൻ അത്യന്താപേക്ഷിതമാണെന്ന തിരിച്ചറിവാണ് ഇന്ന് ലോകരാഷ്ട്രങ്ങളെ ഗൗരവകരമായ ചർച്ചകളിലേക്ക് നയിക്കുന്നത്. അതേസമയം ഈ ചർച്ചകൾ ഇറാൻ ഭരണകൂടം തകർന്നു വീഴുമെന്ന അനുമാനത്തിൽ നിന്നല്ല ആരംഭിക്കുന്നത്. ഇറാനിലെ നിലവിലെ ഭരണ സംവിധാനം ശക്തമായ ഘടനയും സുരക്ഷാ സംവിധാനങ്ങളും കൈവശം വെച്ചിരിക്കുന്നതാണ്. അതിനാൽ അതിനെ എളുപ്പത്തിൽ പരാജയപ്പെടുത്താനോ ഇല്ലാതാക്കാനോ കഴിയുമെന്ന വിലയിരുത്തൽ യാഥാർത്ഥ്യബോധമുള്ളതല്ല. എന്നിരുന്നാലും നയതന്ത്രവും സുരക്ഷാ വിശകലനവും പലപ്പോഴും എന്തും സംഭവിച്ചേക്കാം എന്ന സാങ്കല്പികമായ ചോദ്യങ്ങളിൽ നിന്നാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇറാൻ തകർന്നാൽ എന്താകും സംഭവിക്കുക എന്ന ചിന്ത ഒരാഗ്രഹമോ പ്രവചനമോ അല്ല, മറിച്ച് ആഗോള സുരക്ഷാ കണക്കുകൂട്ടലിന്റെ ഭാഗമായി ഉയരുന്ന ഒരു ജാഗ്രതാപരമായ കൗതുകമാണ്. ഈ സങ്കല്പപരമായ അന്വേഷണത്തിന്റെ ഉദ്ദേശം ഇറാനെ ദുർബലമാക്കി കാണിക്കലല്ല, മറിച്ച് ഒരു വലിയ രാഷ്ട്രീയത്തിൽ ഉണ്ടാവുന്ന അപ്രതീക്ഷിത ഇടിവിന്റെ പ്രത്യാഘാതങ്ങൾ ലോകത്തെ എത്രത്തോളം ബാധിക്കുമെന്ന് മനസ്സിലാക്കുകയാണ്. ഇറാൻ പോലുള്ള ഒരു രാജ്യത്ത് സ്ഥിരത നിലനിൽക്കുന്നത് പശ്ചിമേഷ്യയുടെ മാത്രമല്ല, ആഗോള സുരക്ഷയുടെ തന്നെ പ്രധാന തൂണുകളിൽ ഒന്നാണ്. ഇറാനിൽ വലിയ തോതിലുള്ള ഭരണകൂട അസ്ഥിരത സംഭവിച്ചാൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ ആദ്യം അനുഭവപ്പെടുക അയൽ രാജ്യങ്ങളിലായിരിക്കും. ആണവ കേന്ദ്രങ്ങളുടെ സുരക്ഷ, റേഡിയോ ആക്റ്റീവ് വസ്തുക്കളുടെ മേൽനോട്ടം, സൈനികവും വ്യവസായവുമായ അടിസ്ഥാന സൗകര്യങ്ങളുടെ സംരക്ഷണം എന്നിവ ഒരേ സമയം ദുർബലമാവുക സാഹചര്യം രൂപപ്പെടും. അത്തരം സാഹചര്യത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇറാന്റെ അതിർത്തികളിൽ ഒതുങ്ങാതെ പരിസ്ഥിതിയിലൂടെയും വ്യാപാര മാർഗങ്ങളിലൂടെയും പ്രാദേശിക സ്ഥിരതയെ ബാധിക്കുന്ന ഘടകങ്ങളായി മാറാനുള്ള സാധ്യതയുമുണ്ട്. ഈ സാഹചര്യത്തിൽ ഇറാന്റെ സുസ്ഥിരത അയൽരാജ്യമായ സൗദി അറേബ്യയ്ക്ക് ഏറെ പ്രധാനമാണ്. ഭൂമിശാസ്ത്രപരമായ സാമീപ്യവും ഗൾഫ് മേഖലയിലെ സാമ്പത്തിക ഊർജ്ജ ബന്ധങ്ങളും കാരണം ഇറാന്റെ സുരക്ഷ സൗദി അറേബ്യയുടെ കൂടി ഭൂമിശാസ്ത്രപരമായ സാമീപ്യവും ഗൾഫ് മേഖലയിലെ സാമ്പത്തിക ഊർജ്ജ ബന്ധങ്ങളും കാരണം ഇറാന്റെ സുരക്ഷ സൗദി അറേബ്യയുടെ കൂടി സുരക്ഷയുമായി ചേർന്നു നിൽക്കുന്നു. പശ്ചിമേഷ്യയുടെ സമാധാനത്തിന് ഈ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ഐക്യവും കരുത്തും അനിവാര്യമാണെന്നാണ് ലളിതമായ സത്യം. ഇറാനിലെ വലിയ അസ്ഥിരത കടൽമാർഗങ്ങളുടെ സുരക്ഷയും ഊർജ്ജ വിതരണ ശൃംഖലകളെയും പ്രാദേശിക സാമ്പത്തിക സന്തുലിതാവസ്ഥയും ബാധിക്കാം. അതിനാൽ ഇറാനിൽ സംഭവിക്കുന്ന ഏതൊരു വലിയ രാഷ്ട്രീയ ഇടിവും സൗദി അറേബ്യയുടെ ദേശീയ സുരക്ഷയുമായി നേരിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു പ്രാദേശിക പ്രശ്നമായി മാറുന്നു. ദശകങ്ങളായി നിലനിൽക്കുന്ന രാഷ്ട്രീയ വൈരാഗ്യങ്ങളും മതപരമായ അഭിപ്രായ വ്യത്യാസങ്ങളും സൗദി അറേബ്യയും ഇറാനും തമ്മിലുള്ള ബന്ധത്തെ കടുപ്പിച്ചതാണ് സത്യം. എന്നാൽ ഇന്നത്തെ സാഹചര്യത്തിൽ ആ പഴയ ശത്രുക്കളുടെ ചട്ടക്കൂടിനുള്ളിൽ നിന്ന് മാത്രം കാര്യങ്ങളെ വിലയിരുത്തുന്നത് റിയാദിന് അപകടകരമായ ഒരു സമീപനമായിരിക്കും. കാരണം ഇറാന്റെ തകർച്ച സൗദിക്ക് ഒരു നയതന്ത്ര വിജയമല്ല, അത് സ്വന്തം സുരക്ഷയ്ക്ക് നേരെയുള്ള വലിയ ഭീഷണിയാണ്. ഇറാനിൽ നിയന്ത്രണം നഷ്ടപ്പെട്ടാൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ ആദ്യം തട്ടി വീഴുക സൗദിയുടെ തീരങ്ങളിലും നഗരങ്ങളിലും സാമ്പത്തിക ഘടനകളിലുമാകും. ഇതുകൊണ്ട് തന്നെ ഈ ഘട്ടത്തിൽ സൗദി അറേബ്യയ്ക്ക് ഇറാനെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത ഒരു സംഖ്യാധാരണയായി നിന്നല്ല ഉദിക്കുന്നത്. അത് ഇറാനോടുള്ള രാഷ്ട്രീയ അനുകമ്പയോ ആശയപരമായ അടുപ്പമോ അല്ല, മറിച്ച് സ്വന്തം നിലനിൽപ്പിനായുള്ള തണുത്ത യാഥാർത്ഥ്യബോധത്തിൽ നിന്നുള്ള ഒരു തന്ത്രപരമായ നിർബന്ധിത തീരുമാനമാണ്. ഇറാൻ നിലനിൽക്കണം എന്നത് ഇവിടെ ഒരു ശത്രുവിനെ രക്ഷിക്കുന്നതല്ല, മറിച്ച് പശ്ചിമേഷ്യയുടെ സ്ഥിരതയും സ്വന്തം ഭാവിയുമാണ് സൗദി അറേബ്യ സംരക്ഷിക്കുന്നത്. ഈ പശ്ചാത്തലത്തിലാണ് ഇറാനെക്കുറിച്ചുള്ള ചർച്ചകൾ ഇന്ന് വെറും വൈരാഗ്യത്തിന്റെ ഭാഷയിൽ മാത്രമല്ല, സുരക്ഷയുടെ ഭാഷയിൽ വായിക്കപ്പെടേണ്ടത്. ഇറാന്റെ സുസ്ഥിരത അയൽരാജ്യങ്ങളുടെ, പ്രത്യേകിച്ചും സൗദി അറേബ്യയുടെ സുരക്ഷയ്ക്ക് എത്രത്തോളം പ്രധാനമാണെന്ന് ഈ സാഹചര്യം വ്യക്തമാക്കുന്നു. ഇറാനിലെ ആണവ കേന്ദ്രങ്ങളുടെയും മറ്റ് സാങ്കേതിക വിദ്യകളുടെയും സുരക്ഷിതമായ നിയന്ത്രണം നിലനിൽക്കേണ്ടത് ആഗോള തലത്തിൽ തന്നെ അത്യാവശ്യമാണ്. അവിടെ ഏതെങ്കിലും തരത്തിലുള്ള നിയന്ത്രണ നഷ്ടം ഉണ്ടായാൽ പ്രകൃതിദത്ത കാരണങ്ങളാൽ, അതായത് കാറ്റിലൂടെയോ കടൽ പ്രവാഹത്തിലൂടെയോ, ആ പ്രത്യാഘാതങ്ങൾ മണിക്കൂറുകൾക്കുള്ളിൽ സൗദി അറേബ്യ പോലുള്ള അയൽ രാജ്യങ്ങളിലേക്ക് എത്തിയേക്കാം. ഇറാനെ വെറും ഒരു എതിരാളിയായി മാത്രം കാണുന്നത് ഇന്ന് പ്രായോഗികമല്ല. ഇറാന്റെ ഭരണ സംവിധാനം ദുർബലമായാൽ അത് മേഖലയിലെ സമാധാനത്തെ തകർക്കാൻ ആഗ്രഹിക്കുന്ന ശക്തികൾക്ക് മാത്രമേ ഗുണം ചെയ്യൂ. ആണവ വസ്തുക്കൾ പോലുള്ള അതീവ അപകടകാരികളായ സാമഗ്രികൾ തെറ്റായ കൈകളിൽ എത്താതിരിക്കാൻ ശക്തമായൊരു ഭരണകൂടം ഇറാനിൽ ഉണ്ടാകേണ്ടതും അത്യാവശ്യമാണ്. ഇറാന്റെ ആണവ റിയാക്ടറുകൾ പ്രധാനമായും തീരപ്രദേശങ്ങളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഒരു ഭരണകൂടം തകർച്ചയുണ്ടായാൽ ഇവയുടെ പരിപാലനം അവതാളത്തിലാവുകയും വമ്പിച്ച തോതിലുള്ള റേഡിയോ ആക്റ്റീവ് മലിനീകരണം പേർഷ്യൻ ഗൾഫിലേക്ക് പടരുകയും ചെയ്യാം. ഇത് സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ കുടിവെള്ള സ്രോതസ്സുകളെയും മത്സ്യബന്ധനത്തെയും എന്നേക്കുമായി നശിപ്പിക്കും. ഇറാന്റെ ഭൂമിശാസ്ത്രപരമായ പ്രാധാന്യം ലോകമെമ്പാടുമുള്ള ഊർജ്ജ വിപണിയെ ബാധിക്കുന്നതാണ്. ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം ഇറാന്റെ കൈവശമാണ്. ഇറാന്റെ ഭരണകൂടം തകരുകയോ അവിടെ ആഭ്യന്തര യുദ്ധം ഉണ്ടാവുകയോ ചെയ്താൽ ഈ പാതയിലൂടെയുള്ള എണ്ണക്കടത്ത് പൂർണ്ണമായും തടയപ്പെടും.
ലോകത്തെ എണ്ണയുടെ 1/3 കടന്നു പോകുന്നത് ഈ പാത അടയുന്നത് ആഗോള സാമ്പത്തിക മാന്ദ്യത്തിനും വഴിതെളിക്കും. സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം അവരുടെ എണ്ണ കയറ്റുമതിയുടെ സുരക്ഷ എന്നത് ഇറാന്റെ തീരങ്ങളിലെ സമാധാനപരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതിനാൽ ഇറാൻ വീഴുന്നത് സൗദിയുടെ വിജയമല്ല, സൗദിയുടെ തന്നെ ദൗർഭാഗ്യമാകും. ഇതിനൊപ്പം മറ്റൊരു നിർണായകമായ വസ്തുതയുമുണ്ട്. ഇറാൻ പൂർണ്ണമായും അസ്ഥിരമായാൽ അമേരിക്കയോ മറ്റ് പാശ്ചാത്യ ശക്തികളോ സീൽ ആൻഡ് സെക്യൂർ നടപടികളുടെ പേരിൽ നേരിട്ടുള്ള സൈനിക ഇടപെടലുകളിലേക്ക് നീങ്ങാനുള്ള സാധ്യതയുണ്ട്. ആണവ ആയുധങ്ങൾ കൈക്കലാക്കാൻ സാധ്യതയുള്ള ഗ്രൂപ്പുകളെ തടയാൻ എന്ന പേരിൽ നടത്തുന്ന ഇത്തരം സൈനിക നീക്കങ്ങൾ പശ്ചിമേഷ്യയെ വീണ്ടും ഒരു വലിയ യുദ്ധത്തിന്റെ വക്കിലെത്തിക്കും. സൗദി അറേബ്യയ്ക്ക് അത് ഒഴിവാക്കേണ്ടതും അത്യാവശ്യമാണ്. കാരണം ഒരു വലിയ സംഘർഷം എണ്ണവിലയെ മാത്രമല്ല, സൗദിയുടെ ആഭ്യന്തര സുരക്ഷയും ദീർഘകാല സാമ്പത്തിക പദ്ധതികളെയും തകർക്കും. അതിനാലാണ് അടുത്ത കാലത്തായി സൗദി അറേബ്യയും ഇറാനും തമ്മിലുള്ള നയതന്ത്ര പുനഃസ്ഥാപന ശ്രമങ്ങൾ കൂടുതൽ പ്രാധാന്യമർജിച്ചത്. ചൈനയുടെ മധ്യസ്ഥതയിൽ നടന്ന ഈ നീക്കവും വെറും രാഷ്ട്രീയ സൗഹൃദമല്ല, അതൊരു പ്രാദേശിക സുരക്ഷാ ഇൻഷുറൻസായി മാറുകയാണ്. ഇറാൻ സുസ്ഥിരമാണെങ്കിൽ സൗദിയും സമാധാനപരമായി ശ്വാസമെടുക്കും. ഇറാന്റെ തകർച്ച കേവലം രാഷ്ട്രീയമായ ഒന്നല്ല, അത് ഭൂമിശാസ്ത്രപരമായ ഒരു ദുരന്തം കൂടിയായിരിക്കും. ഇറാന്റെ ഭൂപ്രകൃതിയും കാറ്റിന്റെ ദിശയും പരിശോധിച്ചാൽ അവിടെ ഉണ്ടാകുന്ന ഏതൊരു വായു മലിനീകരണവും അല്ലെങ്കിൽ കെമിക്കൽ ദുരന്തവും മിനിറ്റുകൾക്കുള്ളിൽ പേർഷ്യൻ ഗൾഫ് രാജ്യങ്ങളിലേക്കും എത്തും. അതിർത്തികൾ അടയ്ക്കാൻ സാധിക്കുമെങ്കിലും വായുവിനെയും വെള്ളത്തെയും തടയാൻ ഒരു സൈന്യത്തിനും കഴിയില്ല. സൗദി അറേബ്യയുടെ കിഴക്കൻ പ്രവേശിയിലെ ജനങ്ങളുടെ ആരോഗ്യവും നിലനിൽപ്പും ഇറാന്റെ സുരക്ഷിതമായ ഭരണ സംവിധാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ചുരുക്കത്തിൽ ഇറാന്റെ സുരക്ഷ എന്നത് സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളുടെ സുരക്ഷയുമായി അഭേദ്യമായി ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. മേഖലയിലെ സമാധാനത്തിന് ഇറാന്റെ കരുത്തും സ്ഥിരതയും അനിവാര്യമാണെന്ന യാഥാർത്ഥ്യമാണ് ഇന്ന് നയതന്ത്ര തലത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നതും. ഇറാന്റെ ഭരണകൂടം തകർന്നാൽ ലോകം മുഴുവൻ വില കൊടുക്കേണ്ടി വരും. എന്നാൽ അതിന്റെ ആദ്യ ബിൽ എത്തുക റിയാദിലേക്കായിരിക്കും. ഈ സത്യം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇന്ന് സൗദി അറേബ്യ ഇറാനെ പിന്തുണയ്ക്കുകയും അവിടെ സ്ഥിരത നിലനിർത്താൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നത്. ഒരു തെരഞ്ഞെടുപ്പല്ല, മറിച്ച് അനിവാര്യമായ ഒരു തന്ത്രപരമായ തീരുമാനമായി മാറുകയാണിത്. പശ്ചിമേഷ്യയുടെ ഭാവി നിർണ്ണയിക്കുന്നത് ഈ രാജ്യങ്ങൾ തമ്മിലുള്ള ആരോഗ്യകരമായ മത്സരമല്ല, മറിച്ച് പരസ്പരമുള്ള നിലനിൽപ്പിനായുള്ള സഹകരണമാണ്. ഇറാന്റെ സുസ്ഥിരത പശ്ചിമേഷ്യയുടെ മൊത്തം ഐശ്വര്യത്തിന്റെയും സമാധാനത്തിന്റെയും അടിസ്ഥാന ശിലയായി തുടരുന്നു.